നമുക്കിന്ന് ചക്കക്കുരുവിൻ്റെ പാട എടുത്തിട്ട് തോരൻ വെക്കാം. ഇതുവരെ ഞാനും ഉണ്ടാക്കിയിട്ടില്ല. അമ്മയൊക്കെ ഉള്ള സമയത്ത് ഉണ്ടാക്കി തന്ന് കഴിച്ചിട്ടുണ്ട്. അതുപോലെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ച് തുടങ്ങുവാണ്. ഇതൊന്ന് അരിഞ്ഞെടുക്കാം. ചെറുതായിട്ട് അരിയണം. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇതൊന്നും വേണ്ട, അതുകൊണ്ട് ഉണ്ടാക്കാൻ മെനക്കെടത്തുമില്ല. ചെറുതായിട്ട് അരിയണം, കനം കുറച്ച്. 3-4 ചക്കക്കുരു കൂടെ ചെറുതായിട്ട് അരിഞ്ഞിടുന്നുണ്ട് ഇതിനകത്ത്. അങ്ങനെയൊക്കെയാണ് പണ്ടുണ്ടാക്കി കഴിച്ചിട്ടുണ്ട്, ഒരു ഓർമ്മ മാത്രം. ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചു. ഒരു 5-6 ചെറിയുള്ളി അരിഞ്ഞിട്ടുണ്ട്, 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ചീനിച്ചട്ടി വെച്ച് വെള്ളം ഒന്ന് പറ്റുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറക്കാം. പാത്രം ചൂടായി, എണ്ണ അങ്ങോട്ട് ഒഴിക്കും. വെളിച്ചെണ്ണയാണേ. എണ്ണ ചൂടായി, കടുകിട്ടു. 2 പച്ചമുളക് ഇടാം. ഇത്തിരി കറിവേപ്പില, ചെറിയ ഉള്ളി അരിഞ്ഞിടാം. ഇതിൽ നമുക്ക് പാട അരിഞ്ഞത് അങ്ങിടാം. രണ്ട് പച്ചമുളകൊക്കെ ഇടുക. ഇത്തിരി ഉപ്പ് ഇട്ട് ഉപ്പൊക്കെ കുറച്ച് മതി, ഇത്തിരിയേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. ഇപ്പോഴത്തെ തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും ചതച്ചുകൊണ്ട് വരാം. ഇത്തിരി ജീരകം, ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇത് ഞാൻ കഴുകി വെച്ചിരുന്നു, ഒരു പച്ചമുളക്, കുറച്ച് തേങ്ങ മതി, ഇത്തിരിയും പാടേ ഉള്ളൂ. തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും ഒരു പച്ചമുളകും കൂടെ ചതച്ച് കൊണ്ടുവന്നതാണ്. നമുക്കിത് ഇതിലോട്ടിടാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്തൊന്ന് മിക്സ് ചെയ്യുക. ചക്കക്കുരു ഇത്തിരി വേവുള്ളതുകൊണ്ട് ശകലം നല്ലതാണ്. അരപ്പൊക്കെ ഇട്ട് ഒരു ഇത്തിരി നേരം കൂടെ അരച്ച് വെക്കാം. ചക്കക്കുരു ശരിക്കൊന്ന് വരട്ടെ. നമ്മുടെ പാടത്തോരനൊക്കെ ഇവിടെ റെഡിയായി. അതിനൊരു പാത്രത്തിലോട്ട് കോരിയെടുക്കാം. നമുക്കിതൊരു പാത്രത്തിലോട്ട് കോരി വെക്കാം. കുറച്ചേ ഉള്ളൂ, ഒരു 4 ചക്കയുടെ പാട മാത്രം. ഇതാ നമ്മുടെ പാടത്തോരൻ ഇവിടെ റെഡിയായി. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.